നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തുള്ള 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തുക പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലഭിക്കാത്ത ആളുകൾക്ക് 1, 2, 3 ദിവസത്തിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് തുക കൈമാറുന്ന ആളുകളുടെ കൈകളിലേക്കും 2, 3 ദിവസത്തിനകം തന്നെ തുക ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരാഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യണമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതുപോലെ തന്നെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായി നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി പെൻഷൻ തുക സംസ്ഥാനത്ത് വിതരണം ചെയ്യാറുണ്ട്. പല സാഹചര്യത്തിലും കുടിശ്ശിക പെൻഷനൊക്കെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4-5 മാസമായിട്ട് കൃത്യമായി അതാത് മാസം പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയും സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 അറിയിപ്പുകളുണ്ട്. നിങ്ങൾ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണെങ്കിൽ നിങ്ങൾ അതായത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അനർഹരായിട്ട് പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതി സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അനർഹരായുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി വീട്ടിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഈ സമയത്ത് സ്വന്തമായിട്ട് വാഹനമുള്ള ആളുകൾ, അതുപോലെ തന്നെ എയർ കണ്ടീഷണർ ഉള്ള വീടുകൾ, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലൊക്കെ താമസിക്കുന്ന അനർഹരായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ്. നിങ്ങൾ കൃത്യമായ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം 30-ാം തീയതി വരെയാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ മാസ്റ്ററിങ്ങിന് വേണ്ടി അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയപരിധി. ഈ ഒരു സമയപരിധിക്കകം മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് ഈ ഒരു സമയപരിധിക്കകം എന്ന് പറയുന്നത് സമയത്ത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് നാളുകളിൽ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ലീവൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാം. മാസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള ഏകദേശം 10,000-ന് മുകളിൽ ആളുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ. അത്തരത്തിലുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ അനർഹരല്ല എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താനും മറക്കും. നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിങ് ചെയ്തിട്ടും നിങ്ങൾക്ക് തുക 2, 3, 4 മാസങ്ങളായിട്ട് തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ക്ഷേമ പെൻഷൻ മാസ്റ്റർ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാസ്റ്ററിങ്ങിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും കാണാം.